ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഡേ 1 വിശേഷങ്ങളാണ്. അപ്പം നമ്മൾ അത്താഴത്തിന് എണീച്ചിട്ടുണ്ട്. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം ഒന്ന് നിസ്കരിച്ച് ഉറങ്ങി എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഉച്ച 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിനിക്കിലൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്താക്കി നമ്മൾ വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മളിതാ നേരെ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റീറ്റെയിനർ ഇന്നാണ് ടൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ക്ലിപ്പ് അയച്ചപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോന്ന്. ഇല്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ റീറ്റെയിനർ നിങ്ങൾക്കറിയാലോ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എടുത്തിട്ടുണ്ടായിന്. എന്ത് പറയാനാ, ഇടണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് റീറ്റെയിനർ ഇട്ടിങ്ങനെ സംസാരിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ സ്കാർഫൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ വേഗം പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീറ്റെയിനർ ഞാൻ പല്ലേക്കാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചായിരുന്നു. അങ്ങനെ പല്ലൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റായി. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വേഗം ടൈറ്റാക്കി. എന്നിട്ട് ഇതാ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കാത്തുക്കാണ്. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇതാ അടുക്കള കയറിയപ്പോൾ കഞ്ഞി ഉണ്ടാക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കടി ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണ് ഇന്ന് കടി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റ് ഫുഡ് അനിയത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റും കുക്കുംബറും ക്യാബേജും പിന്നെ ചെറിയൊരു കഷ്ണം ഒനിയൻ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഏതായ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാമെന്ന് ആരും പറയരുത്, ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ചിക്കനൊന്നും ആഡ് ചെയ്യാണ്ട് വെജിറ്റബിൾസ് മാത്രം ആക്കിയിട്ട് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തു, പിന്നെ അനിയത്തിക്ക് കൊടുത്തു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാമ്മ ഇവിടെ കുംസ് ചുടുന്നുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടോ. എല്ലാവരും നല്ല തിരക്കിലാട്ടോ അടുക്കളയിൽ. അങ്ങനെ ഇതാ അവൾ ക്യാബേജ് കട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ബ്രെഡിൻ്റെ പണി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മളതിൻ്റെ സൈഡൊക്കെ കളയണം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മൾ കുംസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അനിയത്തിയാണെങ്കിൽ ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാ നമ്മൾ പിന്നെ മയോണീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാനൊരു മുട്ടയിലാട്ടോ മയോണീസ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇന്നത്തേക്ക് മാത്രമുള്ളതാണ്, അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരു മുട്ടയും 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സിർക്ക് ഒഴിച്ചു കൊടുത്തു, പിന്നെ നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മയോണൈസൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അതിന് ശേഷം ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ബ്രെഡിൻ്റെ പണിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് വെക്കണം നമുക്ക്. അങ്ങനെ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ടിതാ നമ്മളെ പച്ചക്കറിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മളാക്കി വെച്ച മയോണീസ് ഒഴിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ആഡ് ചെയ്യുന്നില്ല, വെജിറ്റബിളിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, സോസ് ഒഴിച്ചു കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ്. അതിന് ശേഷം ഇതാ നമ്മളെ ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ, അത് 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ മുട്ടയിലേക്ക് മുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നടുക്കും മുക്കണം കേട്ടോ, മൊത്തത്തിലൊന്ന് മുക്കിയെടുക്കണം. അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി ഇതാ ചിക്കനോട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓളാണ് രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം കറിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ അവൾ അവിടെ നിന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഉമ്മയാണെങ്കിൽ ഇവിടെ ഇതാ നമ്മളെ ഉന്നക്കായ, അതായത് നമ്മളെ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അടുക്കളയുടെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയിൽ ഉന്നക്കായൊക്കെ ഇവിടുന്ന് പൊരിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊരിച്ചിട്ട് വേണം എൻ്റെത് ബ്രെഡ് പൊരിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും നോമ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. ഫസ്റ്റ് നോമ്പാണ്, എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ അവളുടെ കറിയും ഇവിടെ നല്ല അടിപൊളിയിലാവുന്നുണ്ട്. അങ്ങനെ ഉന്നക്കായ പൊരിച്ചതിന് ശേഷം ഇതാ എൻ്റെ ബ്രെഡിനെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ അതും ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കറിയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മളെ ബ്രെഡൊക്കെ സെറ്റായി. അതിന് ശേഷം നമുക്ക് നടുക്കുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് റൗണ്ടിൽ വേണമെങ്കിലും ആക്കാം, നടുക്കുന്നും ആക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പക്ഷെ ഞാനിത് നടുക്കുന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മൈദമാവ് കലക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാട്ടോ ചെയ്തേ. അങ്ങനെ ഇതാ നമുക്ക് അതിലേക്ക് ഇനി നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ സെറ്റായി. അപ്പം അതിനുശേഷം അനിയത്തി ഇതാ മുന്തിരിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ, ഒന്ന് എന്താ പറയുക, ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നേരെ പോകുന്നത് പുഴ സൈഡാണ് കേട്ടോ. അപ്പം എൻ്റെ വീട് വരുന്നത് പുഴ സൈഡാണ്. അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് സമയം ഒന്ന് അവിടെ പോയി നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു, ഒന്ന് ജസ്റ്റ് കാറ്റുള്ള വിചാരിച്ചു. അപ്പോൾ അക്കരെ വരുന്നത് പാമ്പുരുത്തിയാണ് കേട്ടോ. കുറേ പേർക്ക് അറിയായിരിക്കും ആ പ്ലേസാണ്. അപ്പോൾ ഇതാ എന്നിട്ട് നമ്മളിതേ വീണ്ടും അകത്തേക്ക് കയറി പാമ്പ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റാക്കി. ഇതാണ് കേട്ടോ നമ്മളെ നോമ്പ് തുറക്കുള്ള കടികളും ജ്യൂസും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഫസ്റ്റത്തെ നോമ്പ് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് എന്താ പറയുക, നോമ്പൊക്കെ തുറന്നു, നിസ്കരിച്ചു, ഖുർആനൊക്കെ ഓതിയതിന് ശേഷം പഠിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എക്സാമൊക്കെയാണ്, അപ്പോൾ അങ്ങനെ പഠിക്കാനൊക്കെ ഇരുന്നു, പഠിച്ചു. അതിന് ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പത്തലും പിന്നെ ചിക്കൻ കറി ആട്ടോ. എന്താ പറയുക, അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മൻ്റെ ആ ഒരു മസാലയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അതും കൂട്ടിയായിരുന്നു. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചു. നമ്മളെ നോമ്പിന് എന്താ പറയുക മസ്റ്റായിട്ടുണ്ടാകുന്ന ഒരായിട്ടാണ് കഞ്ഞി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.